ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രൈമറി തലത്തിൽ സംഖ്യാബോധം ഉണ്ടാവുന്ന ഘട്ടത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉപകരണങ്ങളും അതുപയോഗിച്ചുള്ള പഠന പ്രവർത്തനങ്ങളുമാണ് പറയുന്നത്. 1, 10, 100, 1000, 10000 ഇങ്ങനെ ആ സംഖ്യാബന്ധം പറയുമ്പോൾ 1 ഒന്നായിട്ടും 10 10, അതായത് 1ൻ്റെ 10 മടങ്ങായിട്ട് 10ഉം 10ൻ്റെ 10 മടങ്ങായി 100ഉം അതിൻ്റെ 10 മടങ്ങായി 1000ഉം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഉദാഹരണത്തിന് ഏറ്റവും ചെറുത് ഒരു യൂണിറ്റ്, അതാ 1 എന്നുള്ള ആ ആശയം ഉറപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള 1 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ക്യൂബാണ്. 2 ആണെങ്കിൽ അത്തരത്തിലുള്ള 2 ചേർത്ത് വെച്ചത് 2. 3 ആവുമ്പോൾ അതേപോലെ 3 ചേർത്ത്, അത് 3 എണ്ണി എടുക്കാൻ പറ്റണം കുട്ടികൾക്ക്, 3 എണ്ണി കണക്കാക്കാൻ പറ്റണം. അതുപോലെ 4ഉം 5ഉം ഒക്കെ ആ രൂപത്തിൽ ഓരോന്നും കട്ടകളായിട്ട് തന്നെ എണ്ണിയെടുക്കാൻ പറ്റണം. അതേപോലെ 10 എന്ന് പറയുമ്പം 10 കട്ടകൾ ചേർത്ത് വെച്ച ഒന്നായിരിക്കണം. അപ്പോൾ ഈ വലുപ്പക്രമത്തിൽ നമ്മളിതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതാ 1 2 3 4 5 ആ ക്രമത്തിൽ നമുക്ക് ആരോഹണ ക്രമം കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് 6 7 8 9 10 വരെ ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ 1ൽ നിന്നും 10ലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇതാ 10 ക്യൂബുകൾ ചേർത്ത് വെച്ച ഒരു സ്റ്റിക്കിൻ്റെ രൂപത്തിലാണ് ഉണ്ടാകുക. ഇതൊക്കെ OHP ഫിലിം ഉപയോഗിച്ച് നമുക്ക് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ 10 ക്യൂബുകൾ ചേർത്ത് വെച്ചതാണ് 10. ഇനി 10ൻ്റെ 10 മടങ്ങ്, അതിൻ്റെ ഇടയ്ക്ക് 10ൽ 10 ഒന്നുകളുണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. 10 എന്ന സംഖ്യയിൽ 10 ഒന്നുകളുണ്ട്. അതിന് സ്വീകരിക്കുന്നൊരു രീതി നോക്ക്. ഇതാ, ഞാൻ എൻ്റെ വലത് കൈയിലും ഇടത് കൈയിലും പിടിച്ചത് 10ൻ്റെ സ്റ്റിക്കാണ്. 10 ക്യൂബുകൾ ചേർത്ത് വെച്ച്. അപ്പോൾ ഈ 10ൽ 10 ഒന്നുകളുണ്ട് എന്ന് കുട്ടിക്ക് കാണിച്ചു കൊടുക്കണേ ഇതാ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിദ്യ ചെയ്യണം. അപ്പോൾ ഞാനത് ആ സ്റ്റിക്ക് പൊളിച്ച് അതിൽ നിന്ന് 10 ഒന്നുകളാണ് ഇപ്പോൾ പുറത്ത് ചാടിയത്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 ഒന്നുകൾ ചേർന്ന് 10 എന്ന് വെച്ചാൽ 1ൻ്റെ 10 മടങ്ങ് വലുപ്പമുണ്ട്, 10 എണ്ണം തന്നെയുണ്ട്. 10 ഒന്നുകൾ, ഒരു 1 എടുക്കുകയാണ്, 10 ഒന്നുകളാണ് ഈ 10നെ നിർണയിച്ചത്. അതാണ് കുട്ടീൻ്റെ മനസ്സിലേക്ക് കയറേണ്ടത്. ഇപ്പോൾ 10കൾ ചേർന്ന് 1. ഇനി അടുത്ത ഘട്ടം നമ്മൾ നോക്കുന്നത് 100 എങ്ങനെ ഉണ്ടാകുന്നതെന്നുള്ളതാണ്. 100 ഇത് 100 എന്ന് പറഞ്ഞാൽ 10 10കളാണ്, ഒപ്പം 100 ഒന്നുകളാണ്. 100 ഒന്നുകൾ അതിൽ നിന്ന് എണ്ണിയെടുക്കാൻ കുട്ടിക്ക് കഴിയണം. ഇനി 10കളാണെങ്കിലോ 10 10കൾ അതിലുണ്ടാവും, 10 10കൾ. അപ്പോൾ ഒന്ന് നോക്കുക, ഇതാ 100 എന്ന രൂപത്തിൽ നമ്മൾ ഇത് അവതരിപ്പിക്കുമ്പോൾ ഈ 100ൻ്റെ അകത്ത് 10 10കൾ ആദ്യം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തണം. അതൊന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിത് പൊളിക്കുക. അപ്പോൾ അതിൽ നിന്ന് എത്ര 10കൾ നമുക്ക് എടുക്കാൻ കഴിയും നോക്കുക. 1 ഒരു 10, 2 10, 3 10, 4 5 6 7 8 9 10 10കൾ. ഈ 10 10കൾ ചേർന്നതാണ് 100. ഇനി ഓരോന്നും എണ്ണി നോക്കിയാൽ കൃത്യം 100 സമേതരക്കട്ടകൾ അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാ അതിൽ തന്നെ 10 സമേതരക്കട്ടകളുണ്ട്. 10 20 30 40 50 60 70 80 90
100. അപ്പോൾ 100 എന്ന് പറഞ്ഞാൽ 10 പത്തുകൾ മാത്രമല്ല 100 ഒന്നുകളാണ്. അപ്പോൾ ആ 100 ഒന്നുകളും വേണമെങ്കിൽ കുട്ടിക്ക് എണ്ണിയെടുക്കുക, ഒരു സംശയമില്ല. 100 ഒന്നുകൾ കാണും, 10 പത്തുകളായിട്ടും കാണും. അപ്പോൾ മൊത്തം വരുമ്പോൾ 100 എന്നുള്ള ഒരു പ്ലേറ്റിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. ഇതാ ഇങ്ങനെയും കാണിക്കാം. ഇതാ 1 2 3 4 5 6 7 8 9 10 10 കട്ടകൾ ചേർത്ത് വെച്ച ഒരു സ്റ്റിക്ക് ഇതാ ഈ രൂപത്തിലുണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച രൂപത്തിലും ഇതാ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെയും ചെയ്യുമ്പോഴും അതിൽ 10 ഒന്നുകൾ കൃത്യമായിട്ട് കാണും. ഇനി അടുത്തത് എങ്ങനെയാണ് 1000 രൂപീകരിക്കുന്നത്? 1000 എന്നുള്ള ആശയം രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ രൂപത്തിലാണെങ്കിൽ 10 നൂറുകളാണ്. ഇതാ 1 100, 2 100, 3 100, 4 100, 5 100, 6 100, 7 100, അങ്ങനെ 10 നൂറുകൾ ചേർന്ന് വരുമ്പോഴാണ് ഇതാ ഇത്തരത്തിലുള്ളൊരു വലിയ കട്ട ഉണ്ടാകുക. എന്ന് വെച്ചാൽ 10 ഉയരത്തിലും 10 നീളത്തിലും 10 വീതിയിലുമുള്ള ഇതിലും. പക്ഷേ പിന്നെ മുഴുവനായിട്ടും എണ്ണിയിടും. 100 വരെ നമുക്ക് മുഴുവനായിട്ട് എണ്ണാൻ പറ്റുന്നത്. 1000 പിന്നെ കുറേ ഉള്ളിലാണല്ലോ ഉള്ളത്. യെസ്, പക്ഷേ 100ഉം 1000ഉം തമ്മിലുള്ള വ്യത്യാസം നോക്ക്. 100ഉം 1000ഉം ആ കട്ട തമ്മിലുള്ള വ്യത്യാസം കുട്ടി കൃത്യമായിട്ട് കാണണം. 10 നൂറുകൾ ചേരുന്നതാണ് 1000. ആ രൂപത്തിൽ 1 10 100 എന്നുള്ള ആശയം കൃത്യമായി കുട്ടികളുടെ മനസ്സിലേക്ക് ആ ആശയതലത്തിൽ ഒന്നിൻ്റെ വലുപ്പത്തേക്കാൾ 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 മടങ്ങായിരിക്കണം. 1ൻ്റെ 10 മടങ്ങ് വലുപ്പത്തിലാണ് 10. 10ൻ്റെ 10 മടങ്ങ് വലുപ്പത്തിലാണ് 100. അതാണ് 100ൻ്റെ 10 മടങ്ങ് വലുപ്പത്തിലാണ് 1000. അപ്പോൾ 100 വരെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് 100 കട്ടകളും എണ്ണിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. ആ രൂപത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഷീറ്റിൽ നിർമ്മിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ ആശയ രൂപീകരണം നടക്കുമ്പോൾ ഇതിന് പകരം നമ്മൾ ചെയ്തതും നമ്മൾ കണ്ടതും മുത്തുകളായിരുന്നു. അത് 1 എന്ന് പറഞ്ഞ മുത്തിൻ്റെ വണ്ണത്തിൽ തന്നെയാണ് 10ൻ്റെ മുത്തും 100ൻ്റെ മുത്തും 1000ൻ്റെ മുത്തും ഒക്കെ ഒരേ വണ്ണം തന്നെയാണ്. അപ്പോൾ 10ഉം 100ഉം 10 ഇരട്ടി വലുപ്പത്തിലല്ല അതിൻ്റെ വലുപ്പം. അതാണ് ആ ആശയത്തിൽ ഒരു പൊരുത്തക്കേട്. യെസ്, ഇവിടെ ഇതാ OHP ഷീറ്റ് അടിയിൽ വൈറ്റ് പേപ്പർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഓരോ സെൻറ്റിമീറ്റർ ഇത് നിർമ്മിക്കുന്നത് നമുക്ക് നോക്കണ്ടേ. ഓരോ സെൻറ്റിമീറ്റർ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് തലങ്ങനെയും വിലങ്ങനെയും ഗ്രാഫ് വരച്ചാൽ 1 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള സമചതുരങ്ങളാണ് എല്ലാം ഉണ്ടാകുക. അപ്പോൾ ഇത്തരത്തിലുള്ള വരക്കുന്നതൊക്കെ ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷീറ്റ് എടുക്കുകയാണ്. 10 നീളത്തിലാണ് എടുക്കുന്നത്. 10 സെൻറ്റിമീറ്റർ 10 യൂണിറ്റ് നീളത്തിലും 1 യൂണിറ്റ് വീതിയിലും മുറിക്കുകയാണ്. ഈ മുറിക്കുമ്പോൾ അടിയിൽ വൈറ്റ് പേപ്പറാണ്, ആ പേപ്പറും കൂടെ മുറിയുന്നുണ്ട്. ഇല്ലെങ്കിൽ ചില്ലിൽ വെച്ചാൽ ഇത് കാണില്ല എന്നുള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല വെയിറ്റുള്ള മെറ്റൽ സ്കെയിലും നല്ല ഷാർപ്പായ കത്തി ഉപയോഗിച്ചിട്ടാണ് മുറിക്കേണ്ടത്. കറക്റ്റ് ആ വരയിൽ കൂടെ ലെവലേശം അപ്പുറം ഇപ്പുറം തെന്നിപ്പോവാതെ തന്നെ ഇങ്ങനെ 4 കഷ്ണം നമ്മൾ മുറിച്ചെടുത്ത് അതിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററാണ്, വീതി 1 സെൻറ്റിമീറ്ററാണ് കേട്ടോ. യെസ്, എന്നിട്ട് അത് ചേർത്ത് വെക്കുകയാണ്. അത് ചേർത്ത് 1/2 ഇഞ്ച് സെലോ ടേപ്പ് കൊണ്ടാണ് ഒട്ടിക്കുന്നത്. 1/2 ഇഞ്ച് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ്, 1 മില്ലിമീറ്റർ ഗ്യാപ്പ് അവിടെ വേണം. കാരണം സെലോ ടേപ്പ് മടങ്ങി വരണം. 1 മില്ലിമീറ്റർ ചെറിയ ഒരു മുടിനാരിൻ്റെ വലുപ്പത്തിൽ ഗ്യാപ്പ് എങ്കിൽ മാത്രമേ ഈ രൂപത്തിലും ഉള്ളിലേക്ക് മടങ്ങും. അപ്പോൾ 2 ചേർത്തൊട്ടിച്ച് ഇനി മൂന്നാമത്തതും അതേപോലെ ഒരു മുടിനാരിൻ്റെ ഗ്യാപ്പ്. 1/2 ഇഞ്ച് സെലോ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് 4ാമത്തെ ഷീറ്റ്. വൈറ്റ് പേപ്പർ അടിയിൽ വെച്ചത് നിങ്ങൾക്ക് കാണാനാണ്. ശരിക്ക് സെലോ ടേപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ഷീറ്റിൻ്റെ മേലെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നേരത്തെ വരക്കുമ്പം മുറിഞ്ഞതാണത്. യെസ്, അപ്പോൾ ഇങ്ങനെ 4 ചേർത്ത് ഒട്ടിച്ചെടുത്ത് ഇനി
അതിൻ്റെ അറ്റത്ത് പകുതി അകത്തും പകുതി പുറത്തുമായിട്ട് ഒട്ടിക്കണേ. പേപ്പറിൽ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നീക്കിയിട്ട് ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. ഈ അരയിഞ്ച് ടൈപ്പിൻ്റെ പകുതിയാണ് ഇപ്പോൾ നമ്മളെ OHP ഫിലിമിൽ പകുതി ഗ്ലാസ് ഷീറ്റിലാണുള്ളത്. അത് ഈ രൂപത്തിൽ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് തിരിച്ച് നമ്മൾ ആ സെലോ ടേപ്പ് വെച്ച ഭാഗം നമ്മൾ അളവ് കൃത്യമാണെങ്കിൽ അതിൻ്റെ മേലെ കൃത്യമായിട്ട് വന്നു ചേരും. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് കയറിപ്പോരുത്, എന്നാലോ ഗ്യാപ്പ് കൂടുതലായി പോവുകയും ചെയ്യരുത്. ഇതാ എങ്കിൽ നമുക്കിങ്ങനെ സ്ക്വയർ പൈപ്പ് പോലെ 1 സെൻറ്റിമീറ്റർ ഉള്ളിൽ വീതിയുള്ള സ്ക്വയർ പൈപ്പ് പോലെയാണ് കിട്ടുക. അപ്പോൾ 10 കട്ടകൾ ഒരുമിച്ച് ചേർന്ന ഒരു സെറ്റാണത്. ഇനി നോക്ക്, ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ വീതിയുള്ള നീളത്തിൽ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം 1 ഇഞ്ച് സെലോ ടേപ്പ് അതിൻ്റെ മേലെ ഒട്ടിക്കുമ്പോൾ 2 ഭാഗവും മേലെയും താഴെയും കുറേശ്ശെ ടേപ്പിൻ്റെ, കാരണം 1 ഇഞ്ചാണല്ലോ നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗം മേലെയും ടേപ്പുണ്ട്, കുറച്ച് ഭാഗം താഴെയുണ്ട്. നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇരുവശങ്ങളിലും ടേപ്പിൻ്റെ ഭാഗം ഉണ്ടാവണം. അതുകൊണ്ടാണ് 1 സെൻറ്റിമീറ്റർ ഞാനിപ്പോൾ മുറിക്കുമ്പോൾ ആ OHP ഷീറ്റ് മാത്രമല്ല, ആ മേലെയും താഴെയുള്ള സെലോ ടേപ്പും കൂടെ മുറിയുന്നുണ്ട്. യെസ്. അപ്പോൾ ഇനി കത്തി കൊണ്ട് നമുക്ക് ഓരോന്നും ഇത്രയും നമുക്ക് ഒട്ടിച്ചെടുക്കാനുണ്ട്. യെസ്. ആ അറ്റത്തുള്ളത് 1 സെൻറ്റിമീറ്റർ തികയില്ല, അതുകൊണ്ട് അത് മാറ്റി. ഇപ്പോൾ എടുക്കുന്നത് ആ 2 അറ്റത്തും സെലോ ടേപ്പിൻ്റെ അംശമുണ്ട്. ഒരറ്റം ഒട്ടിച്ച് മറ്റേ അറ്റവും കൂടെ ഒട്ടിക്കുകയാണ്. അപ്പോൾ അവിടെ ആ എൻഡിൽ പിന്നെ ഗ്യാപ്പ് അടഞ്ഞു കഴിഞ്ഞ്, ഇല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെയാണ് ഉണ്ടാകുക. ആ അറ്റത്ത് നമ്മൾ 1 സെൻറ്റിമീറ്റർ ആണല്ലോ മുറിച്ചെടുക്കുന്നത്, ആ അളവും കറക്റ്റ് 1 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ ഒരു സമചതുര സ്തംഭമായിട്ട് തന്നെ കിട്ടും. 10 കട്ടകൾ ഒരുമിച്ച് ചേർന്ന് നിന്ന രൂപത്തിൽ തന്നെ കിട്ടും. 2 അറ്റത്തും സെലോ ടേപ്പ് അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഒട്ടിക്കാനാവുന്നത്. യെസ്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 എന്നുള്ള, അതായത് 10 എന്ന സംഖ്യേനെ കൃത്യമായി കുട്ടികളെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു നീളത്തിലുള്ള ഒരു സ്റ്റിക്ക് തന്നെയാണ്. ഇതിൻ്റെ 1, 2, 3 ഒക്കെ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ആവർത്തിക്കാത്തത്. എല്ലാം കൂടെ വരുമ്പോൾ വീഡിയോക്ക് നല്ല നീളം ഉണ്ടാവും. അപ്പോൾ ലെങ്ത് കൂടിയാൽ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടായിരിക്കും. യെസ്. ഇങ്ങനെ ഇരുവശങ്ങളിലും, അതായത് മേലെയും താഴെയും ഒട്ടിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല സ്ട്രെങ്ത്തുള്ള ഒരു സ്തംഭം പോലെ അങ്ങനെ ചെയ്യുന്നതാണ്. 10ന് പകരം 2, 3, 4 ഒക്കെ ഈ രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത്തരത്തിലുള്ള ക്യൂബ് ഉണ്ടാക്കുന്നത് മുമ്പും പലവട്ടം കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണ്. എല്ലാം നമുക്ക് തന്നെ കൃത്യമായ അളവിൽ വരച്ച് മുറിച്ച് ഒട്ടിച്ച് ഈ രൂപത്തിലെടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, അത് നിങ്ങൾ രക്ഷിതാക്കളായാലും ടീച്ചേഴ്സായാലും ഇനി താല്പര്യമുള്ള കുട്ടികളായാലും, പഠിക്കാനുള്ളത് നമുക്ക് തന്നെ ചെയ്തെടുക്കാമെന്നുള്ള, ഇതൊന്നും വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. വില കൊടുത്ത് വാങ്ങാനും സാധാരണഗതിയിൽ കിട്ടില്ല ഇതൊന്നും. അപ്പോൾ കൈകൊണ്ട് നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികളെയും കൂടെ അവരെയും കൂടെ പെടുത്തുകയാണ്. പക്ഷേ ഇത്ര സൂക്ഷ്മമായിട്ട് ആദ്യഘട്ടത്തിൽ ചെയ്തെടുക്കാൻ അവർക്കാവില്ല. പക്ഷേ ഞാനിത് കുട്ടികളെ കൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ചെയ്യിക്കാറുണ്ട്. ഇപ്പോഴും പല ക്യാമ്പുകളിലും പോകുമ്പോൾ ഇത്തരത്തിലുള്ള ക്യൂബുകൾ, അത് 1 സെൻറ്റിമീറ്ററാണ് ഏറ്റവും പ്രയാസമുള്ളത്. പക്ഷേ നമുക്ക് പഠിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ളതും 1 സെൻറ്റിമീറ്ററാണ്, ഒരു യൂണിറ്റ് ക്യൂബ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. രക്ഷിതാക്കളായാൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയാണ്, അതുപോലെ ടീച്ചേഴ്സായാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള. അപ്പോൾ സെലോ ടേപ്പും OHP ഷീറ്റും പെർമനൻ്റ് മാർക്കറും പിന്നെ മുറിക്കാനൊരു കത്തിയും, ഇത്രയേ ഇത് നിർമ്മിക്കാൻ ആവശ്യമുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.